ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഞാനിന്നൊരു ഉണ്ടാക്കാൻ പോകുന്നത് തലശ്ശേരി കുക്കർ ബിരിയാണിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കിലോ വരുന്ന ചിക്കനാട്ടോ ഇവിടെ എടുത്തേക്കുന്നത്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വെയിറ്റാണ് 1 കിലോ. അതിലോട്ടൊരു 1/2 കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിയില. മല്ലിയിലയുടെ നേർപകുതി പുതിനയില മതിയാവും. പുതിനയില അധികം ആഡ് ചെയ്യരുത്. ഒരു 1.5 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ആഡ് ചെയ്തേക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ജിഞ്ചറും ഗാർലിക്കും മിക്സാണ്. 1 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല പൗഡർ നോക്കിയിട്ട് ആഡ് ചെയ്യണം. എല്ലാവരുടെ വീട്ടിലും ഓരോ ഫ്ലേവർ ആയിരിക്കില്ല, അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി. 2 നുള്ളു മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഓപ്ഷനിലാണ്, വേണമെന്നില്ല. കളറ് അധികം ആവശ്യമില്ല ഈ ബിരിയാണിക്ക്. അപ്പോൾ നമ്മൾ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഇറച്ചിച്ചോറ് പോലെ ആയി പോവും. അതുകൊണ്ടാണ്. പാകത്തിന് ഉപ്പും കുറച്ച് നാരങ്ങ നീരും കൂടി ഇട്ടിട്ട് നന്നായി കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്ത് 2 മണിക്കൂർ മാറ്റി വയ്ക്കുക. കുക്കർ ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് ഗീയും കുറച്ച് ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തേക്കുന്നത്. കുറച്ച് കാഷ്യൂ നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കണം. അതിനുശേഷം കുറച്ച് സവാളയും കൂടി ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ബാക്കി വന്ന എണ്ണയിലോട്ട് തന്നെ നമ്മൾ ഇവിടെ മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു 4 വലിയ സവാളയാണ് ഇവിടെ എടുത്തേക്കുന്നത്. കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി വഴന്നതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു 8 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. വേറെ നമ്മൾ ചില്ലി പൗഡറൊന്നും ഇതിൽ ആഡ് ചെയ്യണില്ല. ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു വലിയ തക്കാളിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കനും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, ചിക്കൻ തന്നെ വെള്ളം വന്നോളും. അപ്പോൾ ചിക്കൻ്റെ ആ ഒരു പിങ്ക് കളറൊക്കെ മാറി ഒരു വൈറ്റിഷ് കളർ ആവുന്നത് വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കണ്ടില്ലേ, നന്നായി വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കുറച്ച് ഒണിയനും കുറച്ച് മല്ലിയില കുറച്ച് പുതിനയും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് അടച്ചു വെക്കണം. ഫുള്ളായിട്ട് അടയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി. നമുക്ക് അരി എടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് അരി എടുത്തിരിക്കുന്നത്. ജീരകശാല. ബസ്മതി വേണ്ടവർക്ക് ബസ്മതി ചൂസ് ചെയ്യാം. ഞാൻ ജീരകശാലയും കൊണ്ടാണ് മോസ്റ്റ്ലി ഉണ്ടാക്കാറ്. ഇവിടെ 2 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ വെള്ളം കുറച്ച് ഉപ്പിട്ടിട്ട് തിളപ്പിക്കാൻ വെക്കണം. ആ ടൈം കൊണ്ട് നമുക്ക് ഈ അരി മസാലയുടെ മുകളിൽ ഇട്ട് വിടാം. നന്നായി സ്പൂൺ യൂസ് ചെയ്തിട്ട് നന്നായി എല്ലാവിടെയും ആയിട്ട് സെറ്റ് ചെയ്ത് വിടണം. അതിനുശേഷം വെള്ളം മുകളിൽ കൂടെ മാത്രം ഇടുക, പതിയെ ഇടണം. എല്ലാം കൂടി മിക്സ് ആവരുത്. മസാലയും ചോറും കൂടി മുകളിൽ കൂടെ മാത്രം വെള്ളം ഒഴിച്ച് വിടുക. അടച്ചു വയ്ക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ അടച്ചു വെച്ചാൽ മതിയാവും. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം എടുക്കാനുള്ള കാരണം, 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മസാലന് ഓൾറെഡി വെള്ളം ഉണ്ട്. അപ്പോൾ നമുക്ക് അത്രയും വെള്ളം മതിയാവും. നോക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം. ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. വിസിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ആ വിസിലൊക്കെ തനിയെ പോയി കഴിഞ്ഞു പതിയെ തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ സെറ്റായി കിട്ടും. ഇനി അതിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഒണിയനും കാഷ്യൂം കൂടി മുകളിൽ ഇട്ട് വിടാം. കുറച്ച് മല്ലിയിലും കുറച്ച് പുതിനയും കൂടി ആഡ് ചെയ്ത് ഒന്ന് മുകളിലത്തെ ആ ഒരു റൈസ് മാത്രം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ദമ്മിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷനിലാണ്, വേണ്ടവർക്ക് മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ അടിച്ചു വയ്ക്കുക. ഞാൻ റൈസ് വേറെ മസാല വേറെ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ മുകളിലത്തെ റൈസ് ഞാൻ മാറ്റി
മസാലയുടെ റൈസ് മാത്രം വേറെ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ഞാൻ സെർവ് ചെയ്യുള്ളൂ. ഇതാണ് മസാല റൈസ്. ഇപ്പോൾ ബിരിയാണി റെഡി. സെയിം നമ്മുടെ ദം ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അധികം ടൈമും ഇല്ല, പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാവുന്ന പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.